ശ്രീനാഥ്, ഉധംപൂർ ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു. അതിൽ ഒരു ജവാന് വീരമൃത്യു എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്നു അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ അല്പസമയം മുമ്പാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിവരം കൂടി വരുന്നത്. ഉധംപൂരിൽ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് അവിടെ ഒരു ഓപ്പറേഷൻ സൈന്യം തുടങ്ങിയത്. വലിയ തിരച്ചിൽ ആ മേഖലയിൽ നടത്തി. അതിനിടെ ഭീകരർ തിരികെ വെടിവെച്ചു. അവരെ അമർച്ച ചെയ്യാനായുള്ള ഓപ്പറേഷനിടയിലാണ് ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റത്. അതിനുശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അപകടനിര അദ്ദേഹത്തിന് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. വീരമൃത്യു വരിച്ചു എന്നതാണ് സങ്കടകരമായ വാർത്ത. പക്ഷേ ആ മേഖലയിൽ ഏതായാലും സൈനികർ കനത്ത പോരാട്ടം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നതാണ്. വലിയ ഭീകരരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടെ കനത്ത ഒരു ആക്രമണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇപ്പോൾ നിർണായകമായ മറ്റൊരു യോഗം കൂടി ചേരുന്നുണ്ട്. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ റോയുടെ, അതായത് രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ മന്ത്രാലയത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഏതായാലും പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടെ പ്രത്യേകമായി സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്ന ബാരിക്കേഡുകൾ ഇപ്പോൾ ദില്ലി പോലീസ് എത്തി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാന്റെ സർക്കാരിന്റെ ഒഫീഷ്യലായ ട്വിറ്റർ അക്കൗണ്ട്, ഇപ്പോഴത്തെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ അവരുടെ അക്കൗണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ഇത്തരമൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം കൂടി ഒരു പാക് ചാനലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴെടുത്ത നടപടികൾക്കൊന്നും ഒരു തെളിവുമില്ലാതെയാണ് അവർ ഇത്തരം നടപടികൾ എടുക്കുന്നത്. പക്വതയില്ലാത്ത ഒരു നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പറയുന്നു. അദ്ദേഹം വിദേശകാര്യ മന്ത്രി കൂടിയാണ് പാകിസ്ഥാനിലെ. അദ്ദേഹം അടക്കം ഇന്നിപ്പോൾ വൈകിട്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതി യോഗം പാകിസ്ഥാനിൽ ചേരുന്നുമുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്വീകരിച്ച നയതന്ത്രപരമായ നയങ്ങളെ, നിലപാടിനെ, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ എങ്ങനെയാണ് പാകിസ്ഥാൻ നേരിടുന്നത്, അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും എന്ന കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരരെ ഏതായാലും വെറുതെ വിടില്ല എന്നത് ഉറപ്പിച്ച് തന്നെയാണ് സൈന്യത്തിന്റെ പാകിസ്ഥാൻ ഈ കശ്മീരിലുള്ള ഇപ്പോഴത്തെ നിയമ നടപടികൾ, ഇപ്പോഴത്തെ തെരച്ചിൽ ആക്രമണമൊക്കെ. കഴിഞ്ഞ ദിവസം ബാരാമുള്ളയിൽ 2 ഭീകരരെ, നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇന്നിപ്പോൾ കനത്ത പോരാട്ടം ഉധംപൂരിൽ നടക്കുന്നുണ്ട്. അതിൽ ഒരു സൈനികർ വീരമൃത്യു വരിച്ചു എന്നത് സങ്കടകരമാണ്. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യൻ സൈനികർ അവിടെ കനത്ത പോരാട്ടം ഇപ്പോൾ നടത്തുന്നുണ്ട് ഹാഷ്മി.